നമസ്തേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെക്കുറിച്ചാണ്. മെഡിറ്റേഷനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ മാനസിക നിലവാരത്തിൽ മാറ്റം വരുത്താനും നമ്മുടെ ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താനും മനസ്സിനെ ഒരു കാമായിട്ടുള്ള അവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ തന്നെ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞു പോയിട്ടുണ്ട്, മെഡിറ്റേഷൻ അറിഞ്ഞു വെച്ചതുകൊണ്ടോ രീതികൾ അറിഞ്ഞതുകൊണ്ടോ കുറച്ച് കാലം ചെയ്തതുകൊണ്ടോ അല്ല നമുക്കിതിൻ്റെ ഒരു മാറ്റം വരുന്നത് അല്ലേ? ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അത് വെറുതെ നമ്മൾ കണ്ണടച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല, നിരന്തരമായുള്ള പരിശീലനത്തിലൂടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണല്ലേ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ. ആ ഒരു അവസ്ഥ, ആ ഒരു ഫീലിലൂടെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മളിലേക്ക് ഒരു മാറ്റം കടന്നു വരുന്നത്. ആ ഒരു മാറ്റമാണ് നമ്മളല്ലാതാക്കി മാറ്റുന്നതും അതേപോലെ നമ്മളെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന മൈൻഡ് സെറ്റിനെ പോലും തണുപ്പിക്കുകയും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുകയും ഹാപ്പിനെസ് ലെവൽ ഉയർത്തുകയും നമ്മുടെ ഹോർമോൺസിനെയൊക്കെ ബാലൻസ് ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു വീഡിയോ തികച്ചും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും. കാരണം നമ്മൾ പല സെഷൻസിൽ ഇപ്പോൾ നമ്മുടേതാണെങ്കിൽ പോലും നമ്മുടെ ഓൺലൈൻ സെഷനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പല ആളുകളും എത്ര കാലം പ്രാക്ടീസ് ചെയ്താലും വീണ്ടും നമ്മളൊരു പഴയ പല്ലവി തന്നെ പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് ചില ആളുകൾ ടെൻഷനെക്കുറിച്ച് മെഡിറ്റേഷനെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നതേ ഇതിനെക്കുറിച്ചുള്ള ഒരു പാത്തിലൂടെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു ദിവസം അവർ പറയുകയാണ്, സാറേ നമുക്ക് ഈ ടെൻഷൻ മാറാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴും, അത് മാറാൻ വേണ്ടി എന്താ ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് എന്താണോ, നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായൊരു ഒരു യാഥാർത്ഥ്യമാണത്. അപ്പോൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു യോഗ സാധന ചെയ്യുകയാണെങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരു അവബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇതിലൂടെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം എന്താണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അഫർമേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ, നിങ്ങളിങ്ങനെ സങ്കല്പിക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥയിലാണുള്ളത്, ഈ കാര്യത്തിന് ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ശ്വാസത്തിന് ശ്രദ്ധിക്കൂ. ഇതൊക്കെ പറഞ്ഞു പോകുന്നത് ഒരവബോധം നമ്മളിൽ വളർത്തും, ഒരു നിരീക്ഷണ ബുദ്ധി നമ്മളിൽ വളർത്തും. ഇനീഷ്യലി നമുക്ക് തുടക്കത്തിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും ബോറിംഗ് ആയിരിക്കും, ചില ആളുകൾക്ക് ഒന്നും ലഭിക്കാത്തൊരവസ്ഥയായിരിക്കും, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇരിക്കാൻ തന്നെ തോന്നാത്തൊരവസ്ഥയായിരിക്കും. കാരണം നമുക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് അല്ലേ, അവനവൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അവനവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മിക്ക ആളുകൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ എടുത്തിട്ട് അത് സ്ക്രോൾ ചെയ്യും. അത് അവനവൻ്റെ കൂടെ ഇരിക്കലല്ല ശരിക്കും പറഞ്ഞാൽ. ഒന്നും ചെയ്യാതെ ബോധത്തോടെ ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നമുക്ക് ഇരിക്കാൻ സാധിക്കാറുണ്ടോ? വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാം, എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ മനസ്സൊരു കാമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ആൽഫ സ്റ്റേജിനടുത്തായിരിക്കും, അല്ലെങ്കിൽ അതിലായിരിക്കും. നേരെ മറിച്ച് ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു 10 മിനിറ്റ് പോലും ഒറ്റയ്ക്ക് വെറുതെ ഒന്നും ചെയ്യാതിരിക്കരുത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ നമുക്ക് തന്നെ നമ്മളെ നിരീക്ഷിക്കാൻ പറ്റുന്നൊരവസ്ഥയാണിത്. അപ്പോൾ മെഡിറ്റേഷനിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം? ഫസ്റ്റ് വൺ, നിരന്തരമായുള്ള പ്രാക്ടീസ്, ദിവസേനയുള്ള പ്രാക്ടീസ്. ദിവസവും നിങ്ങളൊരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഒരു കാര്യത്തിലൂടെ നമ്മുടെ നിലവിലുള്ള മാനസികാവസ്ഥ ഡെഫിനറ്റ്ലി മാറുന്നതായിരിക്കും. എത്ര നാളെന്ന് പറഞ്ഞൊരു ഡെഡ് ലൈൻ നമുക്ക് വെക്കാൻ സാധിക്കില്ല. ഓരോ ആളുകളുടെയും മാനസികാവസ്ഥയും പൊട്ടൻഷ്യലൊക്കെ അനുസരിച്ചാണ് അത് വികസിക്കുന്നത്. ചെയ്യുന്ന രീതി, കാണിക്കുന്ന ആത്മാർത്ഥത, ഇതൊക്കെ തന്നെയാണ് അതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ദിവസവും ഒരു 10 മിനിറ്റ് ഇരുന്ന് ശീലിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ നമ്മുടെ ചിന്തകൾ ശല്യം ചെയ്യാം, മറ്റ് പല ഓർമ്മകൾ ഉണ്ടാവാം അല്ലേ, മറ്റ് പല ശബ്ദങ്ങൾ ശല്യം ചെയ്യുന്നു, ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇരിപ്പ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കണ്ണ് തുറക്കും, അടുത്ത ദിവസമാകുമ്പോൾ നമ്മൾ ഇറിറ്റേഷൻ, ഇരുന്നിട്ടിപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചിന്തയൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും വെറുതെ നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ്. കുറച്ച് ദിവസം നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതൊരു ശീലമായിട്ട് മനസ്സേറ്റെടുക്കും. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഉള്ളിൽ ആരോ ഇരുന്ന് നമ്മളോട് തന്നെ സംസാരിക്കുന്നത് പോലെ, ശരിയായ ചിന്തകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള രീതി അല്ലേ, അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ ഒരു ഉൾവിളി പോലെയുള്ള തോന്നൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു തോന്നൽ, ഒരു ശരിയായ കാര്യങ്ങളിലേക്കുള്ള ഒരു ചിന്ത, ഒരു വീക്ഷണം നമുക്ക് കിട്ടുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നിനെയും തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥയല്ല. നിങ്ങൾ ചുറ്റിലും കേൾക്കുന്ന ശബ്ദങ്ങളില്ലാത്തൊരു സ്ഥലത്തിരുന്ന് അല്ലേ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, അപ്പോൾ നമ്മളൊരു ബലം അവിടെ പ്രയോഗിക്കുകയാണ്. ചിന്തകളിലേക്ക് ശ്രദ്ധിക്കാതെ എന്ന് പറയുമ്പോൾ ചിന്തകളെ തടഞ്ഞു വെക്കുകയാണ് അല്ലേ. ചിന്തകളിലേക്ക് ശ്രദ്ധിക്കാതെ എന്ന് പറയുമ്പോൾ ചിന്തകളെ തടഞ്ഞു വെക്കുകയാണ്. ശബ്ദങ്ങളെ ശ്രദ്ധിക്കാതെ എന്ന് പറയുമ്പോൾ ശബ്ദങ്ങളെ തടഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഒന്നിനെയും തടഞ്ഞു വെക്കാതെ എല്ലാത്തിൻ്റെയും ഭാഗമായിരിക്കാനാണ് മെഡിറ്റേഷൻ പറയുന്നത്, അല്ലെങ്കിൽ ആ രീതി പറയുന്നതാണ്. ആ രീതിയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു ഉറക്കത്തിൽ അല്ലേ, ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ പല ശബ്ദങ്ങളും സംഭവിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചുറ്റിലും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു അബോധാവസ്ഥയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മളത്
ശല്യം ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥയും. പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. കുറച്ച് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടതുണ്ട്. ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. നമ്മളൊരു സ്ഥലത്ത് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ചുറ്റിലും വളരെ ശബ്ദങ്ങളുണ്ട് അല്ലേ? പ്രകൃതിയിൽ നിന്ന് പല ശബ്ദങ്ങളുണ്ടാവും. കിളികളുടെ, വണ്ടികളുടെ, ആളുകളുടെ ശബ്ദം ഉണ്ടാവും. വലിയ ഒച്ചകളൊക്കെ ഉണ്ടാവും. ഈവൻ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ പോലും. അതേപോലെ കണ്ണടച്ചിരിക്കുമ്പോൾ ചിന്തകൾ, അത്രയും നേരമില്ലാത്ത സകല ചിന്തകളും സകല ലോകത്തുള്ള കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പോൾ ഒരു ദിവസം ഇരുന്നു, 2 ദിവസം ഇരുന്നു, 3 ദിവസം ഇരുന്നു, പതുക്കെ പതുക്കെ ഇതിൻ്റെയൊക്കെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിന്തകളുടെ അളവ് കുറയുന്നു. ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തുന്നതിൻ്റെ രീതി, ആ ഒരു തീവ്രത കുറഞ്ഞു വരുന്നു. അങ്ങനെ കുറേ നാളുകൾക്കപ്പുറം എല്ലാത്തിൻ്റെയും ഭാഗമായിരുന്നു കൊണ്ട് ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതായത് ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയുണ്ട്, ആ ശബ്ദങ്ങളൊക്കെ അവിടെയുണ്ട്. ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നുകൊണ്ട് മനസ്സൊരു ഇതൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഉറക്കത്തിലെന്ന പോലെ ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ആ ഒരു ശാന്തമായ അവസ്ഥ, ആ ഒരു സ്റ്റേജ്, അതിനെയാണ് നമ്മൾ വളർത്തേണ്ടത്. അപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഒരു എല്ലാത്തിനെയും ഒഴിവാക്കി എല്ലാ കാര്യങ്ങളുടെയും നേരെ ഒരു ബ്ലോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു എഫേർട്ട് അതിനെതിരെ കൊടുത്തുകൊണ്ട് നമ്മൾ ഇരുന്ന് ശീലിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാത്തിൻ്റെയും ഭാഗമായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും മഹത്തമായൊരു കാര്യം എന്ന് പറയുമ്പോൾ. പക്ഷേ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മളിരിക്കുന്ന സ്ഥലം വളരെ നീറ്റായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് ദുർഗന്ധങ്ങളോ വേറെ ശബ്ദങ്ങളോ ശല്യങ്ങളോ ഒന്നും ഇല്ലാത്ത, സ്വാഭാവികമായിട്ടുള്ളതൊക്കെ അവിടെ ഉണ്ടാവാം. എന്നാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം കുറച്ചൊരു നല്ല സ്ഥലം, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതേപോലെ അയഞ്ഞ വസ്ത്രം ധരിക്കുക. പറ്റുകയാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ചെയ്യുക. കുറച്ചുകൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ചെയ്യുക. ഇതൊക്കെ ഒരു നല്ല തീരുമാനങ്ങൾ, നല്ല രീതികളാണ്. ഒഴിഞ്ഞ വയറായിരിക്കണം. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മാനസികാവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ലൊരു ദൈവികമായ ഭാവത്തോടു കൂടി ഇരുന്ന് ശീലിക്കുക. ദിവസവും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഡെഫിനറ്റ്ലി ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. മെഡിറ്റേഷനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് തരാം. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് കണക്റ്റ് ആവാം, അതിൻ്റെ ഒരു ഭാഗമാകാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ഇതിലേക്ക് പോകാനായിട്ട്. പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് ടെൻഷൻ മാറുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം നമ്മൾ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ട് അല്ലേ? കുറേ ചിന്തകൾ, ഡെയിലി ലൈഫ് കാര്യങ്ങൾ, ഫാമിലി പരമായ കാര്യങ്ങൾ, ഒരു നോർമൽ പേഴ്സണെ പോലെയാണ് നമ്മൾ നിൽക്കുന്നതും ചിന്തിക്കുന്നതും. മനസ്സിന് വിശ്രമം ലഭിച്ചു തുടങ്ങുമ്പോൾ, അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നതോറും നമ്മൾ ഫോക്കസ്ഡ് ആവും, ചിന്തകളുടെ അളവ് കുറയും, പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് കൂടുതലായിട്ട് മനസ്സ് വരാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് നിലവിലുള്ള ഇപ്പോൾ ഉള്ള അവസ്ഥയായിരിക്കില്ല ആ സമയത്ത് നമ്മുടേതെന്ന് പറയുമ്പോൾ മൊത്തം എൻറ്റയർലി മാറിയിട്ടുണ്ടാവും. അവിടെ നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ചിന്തിച്ച് വിഷമിക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല, നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമുക്കിപ്പോൾ എന്താണോ ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് 100% ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു തീരുമാനമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തിയില്ല. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ മാനസികാവസ്ഥ വളരെ പതുക്കെ മാറി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിതിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ. ശരിക്ക് ഒരു 1 hour വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം 10 മിനിറ്റ് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സ് അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ ശീലങ്ങൾക്കെതിരെ നമുക്കൊരു ശീലമുണ്ട്. വൈകി എഴുന്നേൽക്കുന്നു, വൈകി കിടന്നുറങ്ങുന്നു, മൊബൈൽ ഫോൺ അല്ലേ? ആ ഒരു ശീലത്തിനെ മാറ്റാൻ മനസ്സ് സമ്മതിക്കില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മൾ അതിനെതിരെ ഒരു എഫേർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു തീരുമാനം എടുക്കുന്നു, ഇതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ പതുക്കെ അയഞ്ഞു തുടങ്ങും. തുടക്കത്തിൽ ഉള്ളൊരു ബുദ്ധിമുട്ട് കണക്കാക്കാതെ ഇരുന്ന് തുടങ്ങുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് ഇതിന് ഒരുപാട് അഡ്വാൻസ് സ്ഥലങ്ങളുണ്ട് അല്ലേ? കേട്ടിട്ടില്ലേ? മെഡിറ്റേഷൻ്റെ തന്നെ പല രീതികളുണ്ട്, പല രീതിയിലുള്ള ശ്വസന വ്യായാമങ്ങളുണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു ബിഗിനറായി നിന്നുകൊണ്ട് ചെയ്യുന്നതിന് പകരം ഇത് ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് തിളങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സമയമാണ് അല്ലേ? നമ്മുടെ തീരുമാനമാണ്. ഇത് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഡെഫിനറ്റ്ലി ഒരു മാറ്റം വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.